400 gram cream, cheese cream, 200 gram sugar, 200 gram sugar. പിന്നെ അത് മിക്സാക്കുക. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നല്ലവണ്ണം മിക്സാക്കുക. ഒരു 140 ഗ്രാം മുട്ടയുടെ മഞ്ഞ മാത്രം, 140 ഗ്രാം മില്ലിയൊക്കെ ഒരേ മാതിരി തന്നെയാണ്. പിന്നെ അതിലേക്ക് അത് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10 മുട്ട മിക്സാക്കിയത്, രണ്ടും കൂടില്ല, എല്ലാം മഞ്ഞൊന്നും കളയണ്ട വെള്ളയും കളയണ്ട, രണ്ടും കൂടിയുള്ളത് 10 മുട്ട അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സാക്കിയതിന് ശേഷം നല്ലവണ്ണം മിക്സാക്കണം, കുറച്ചൊന്ന് മിക്സാക്കിയാൽ പോലെ. പിന്നെ കോൺഫ്ലവർ ഒരു 80 ഗ്രാം, ഈ വനില പൗഡർ ഒരു 5 ഗ്രാം, ഇതവിടെ മിക്സാക്കി കൊണ്ട് നിൽക്കണം കേട്ടോ, നല്ല മിക്സ്. ഇതിലൊരു ചെറിയ പൗഡറും കൂടി പാടില്ല. പിന്നെ ഹോപ്പില എന്ന് പറഞ്ഞൊരു ക്രീം. ഈ ക്രീം എന്ത് ക്രീമായാലും കുഴപ്പമില്ല, ക്രീം അത് ക്രീമായി വരണം, അതിന് വേണ്ടിയുള്ളതാണ്. അത് ഒഴിച്ച് അതിൽ 600 മില്ലി നമ്മൾ ആദ്യം മിക്സാക്കിയ അത് കോൺഫ്ലവറും വനില പൗഡറും ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സാക്കുക, നല്ലവണ്ണം മിക്സാക്കണം. അതിൻ്റെ മെയിൻ മിക്സിങ്ങാണ്. ഒരു തരി പുറത്തുണ്ടാകാൻ പാടില്ല, തരി ഉണ്ടായാൽ തിന്നാനും കഴിക്കാനും രസം ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക, അതായത് ഹോപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ മോൾഡ് റെഡിയാക്കി വെക്കുക. അതിന് മേലെ ഒരു പേപ്പർ പറഞ്ഞാൽ ജിബിത ഉറക, അപ്പോൾ ഇതിൻ്റെ പേപ്പറുണ്ട്, കേക്കൊക്കെ വെച്ച് വെക്കട്ടെ. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഒരു വെള്ളം മാതിരി വരും, ഇത് ഒരു ക്രീം മാതിരി ഒന്ന് അത് അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഉള്ളു പണി, സിമ്പിൾ. ഒരു 200 ഡിഗ്രി ചൂടിൽ ഒരു 30 മിനിറ്റ് വേവിക്കുക. ഇതിൽ മെഷീനിൽ വേവിക്കുക, അതാ പുറത്തെടുക്കുക, റെഡി. ഞാൻ ഉണ്ടാക്കി വെച്ച സാൻ സെബാസ്റ്റ്യൻ കാണിച്ചു തരാം. ആദ്യത്തെ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അത് ചൂടായതിന് ശേഷം അത് അതിന് ഇറക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു ദിവസം വെക്കുക, ഫ്രീസറിൽ. അത് കട്ടായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് ഇങ്ങനെ സെയിൽ ചെയ്യുക, കഴിക്കുക, എന്തും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.